ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. കൊച്ചു ടിവിയുടെ കൊച്ചു കൂട്ടുകാർക്ക് ആർപ്പോ ഹീറോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പൊ ദീപക്, നമ്മൾ ഇന്ന് എവിടെയാണ് കൊച്ചു കൂട്ടുകാർക്കൊപ്പം ഓണം ആഘോഷിക്കാൻ റെഡി ആയിരിക്കുന്നത്? ഏഞ്ചലെ, നമ്മൾ ഇന്ന് കൊല്ലം ജില്ലയിലെ ക്ലാപ്പന തെക്ക് ഗുരുക്ഷേത്ര കലാസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നത്. ഓണാഘോഷങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കലാപരിപാടികളൊക്കെ ഇവിടെ പ്ലാൻഡ് ആണ്. നല്ലൊരു പൂക്കളം ഇവിടെ, നല്ലൊരു പൂക്കളാണ് നമ്മുടെ മുമ്പിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടിട്ടുള്ളത്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. എന്തെല്ലാം മത്സരങ്ങളാണ്, എന്തെല്ലാം കലാപരിപാടികളാണ് ഇവിടെ ഓണവുമായിട്ട് നടക്കാൻ പോകുന്നത്. അപ്പോ തീർച്ചയായിട്ടും സുന്ദരി സുന്ദരന്മാരാണ് അല്ലെ? നല്ല പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട്. ഞാനും പട്ടുപാവാട ഇട്ടത് സുന്ദരിയല്ലേ? എനിക്ക് വയ്യ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു ഓണപ്പാട്ടിലൂടെ തന്നെ തുടങ്ങാം അല്ലേ? ഓ അത്തപ്പൂവേ ചിത്തിരപ്പൂവേ ഇത്ര നാളെങ്ങു പോയി, പുരളിമലക്കോവിലെ പൂജ ചെയ്യാൻ പോയോ, വയനാടൻ കാവുകളിൽ കളമരുതാൻ പോയോ. അത്തപ്പൂവേ ചിത്തിരപ്പൂവേ ഇത്ര നാളെങ്ങു പോയി, ഓ അത്തപ്പൂവേ ഓ ചിത്തിരപ്പൂവേ. അടിപൊളി അടിപൊളി, ഒരു രക്ഷയില്ല. സൂപ്പർ കേട്ടോ, സൂപ്പർ ആയിരുന്നു കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറയുന്നത് ദിവാലക്ഷ്മിയുടെ ഒരു ഓണപ്പാട്ടാണ്. മാവേലി നാടു വണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം, ആപത്തിങ്ങാർക്കും ഒട്ടില്ലതാനും, ആദികൾ വ്യാധികളൊന്നുമില്ല, ബലമരങ്ങൾ കേൾപ്പാനില്ല, 10,000 ആണ്ടിരുപ്പുമുണ്ട്, 10,000 നിറവതുണ്ട്. അടിപൊളിയായിട്ട് പാടി. അപ്പൊ ഏഞ്ചൽ, ഇനി എന്താണ് അടുത്തത്? ദേവകിരണും ബിപിൻ ദാസും കൂടെ പാടുന്ന ഒരു ഓണപ്പാട്ട് തന്നെയാണ്. ഒരു ഗ്രൂപ്പ് ഓണപ്പാട്ടാണല്ലേ? ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ, കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്തു കളിക്കണ്ടേ, സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കണ്ടേ. ഓണം വന്നല്ലോ, ഊഞ്ഞാലിട്ടല്ലോ, കോടിയുടുത്തല്ലോ, ഉണ്ണി ചാടി മറിഞ്ഞല്ലോ. അപ്പൊ വളരെ മനോഹരമായിട്ട് പാടി. അവരുടെ വേഷത്തിനൊക്കെ പറ്റിയൊരു പാട്ടല്ലേ? അപ്പൊ ദീപക്, നമുക്ക് കുറച്ച് സുന്ദരി കുട്ടികളുടെ ഒരു നാടൻ പാട്ട് കേൾക്കാം അല്ലേ? ആയിക്കോട്ടെ. മന്ദാരക്കവിയില് ബലപുരം കാണാൻ എന്തട കുഞ്ഞാനേ നമുക്കും പോവേണ്ടേ, ആ മന്ദാരക്കവിയില് ബലപുരം കാണാൻ എന്തട കുഞ്ഞാനേ നമുക്കും പോവേണ്ടേ, ആ മകരക്കൊയ്ത്ത് കഴിഞ്ഞ് മനം തെളിഞ്ഞാലോ, മന്ദാരക്കവിയില് പുരം കൊടിയേറും, ആ മന്ദാരക്കവിയില് ബലപുരം കാണാ എന്തട കുഞ്ഞാനേ നമുക്കും പോവേണ്ടേ, ആ കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലും പൊടിച്ച്, കാതു കുത്താനെപ്പം വരും നിന്റെ അമ്മവന്മാര് പൊന്നേ, കാതു കുത്താനെപ്പം വരും നിന്റെ അമ്മവന്മാര് പൊന്നേ, ആ ഏ ഓ. അടിപൊളി. നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നാടൻ പാട്ടുകളുടെ ഒരു മിക്സ് തന്നെയായിരുന്നു അല്ലേ അത്? അടിപൊളിയായിട്ടുള്ള, വളരെ ഹിറ്റ് ആയിട്ടുള്ള, എല്ലാവരും പാടി ഉഷാറായി. നല്ല സുന്ദരി കുട്ടികൾ സുന്ദരമായിട്ട് തന്നെ പാടി. അടിപൊളിയായിരുന്നു. താങ്ക് യു. അപ്പൊ ദീപക്, ഇനി കൂട്ടുകാർക്കായിട്ട് എനിക്ക് തോന്നുന്നു നമ്മള് ഓണം എന്നാകുമ്പോ ഓണപ്പാട്ട് തന്നെ വേണം ഒരുപാട്. ഇതൊന്നും പോരാ, ഇനിയും വേണം ഒരു ഓണപ്പാട്ട് അല്ലേ? അപ്പൊ ദീപക് പറഞ്ഞു വരുന്നത് വീണ്ടും ഒരു ഓണപ്പാട്ട് എന്നാണ്. തീർച്ചയായിട്ടും. ഓണം വന്നല്ലോ,
ഊഞ്ഞാലിട്ടല്ലോ കോടിയെടുത്തല്ലോ ഉണ്ണി ചാടി മറിയണ്ടേ കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരുന്നാലോ സന്ധ്യ വരും മുമ്പേ ഉണ്ണി ചന്ത് കളിക്കേണ്ടേ സന്ധ്യ വരും മുമ്പേ ഉണ്ണി പന്ത് കളിക്കേണ്ടേ ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. വളരെ നന്നായിട്ടാണ് 3 പേരും പാടിയത്. അപ്പോൾ നമ്മുടെ ഈ ഓണാഘോഷത്തിൻ്റെ ഇടയിൽ നമുക്ക് ഈ പുറകിൽ നിൽക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി മറിക്കാൻ വേണ്ടിയിട്ട് അർപ്പോ ഇറോയിൽ എന്താണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്? ഞാനൊരു ചോദ്യം ചോദിക്കാം, അതായിരിക്കും ഏറ്റവും നല്ലത്. അത് നല്ലൊരു ഓപ്ഷനാണ് തീർച്ചയായും. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയാൻ നിങ്ങൾ റെഡി ആണോ? അടിപൊളി. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്, ഫലങ്ങൾ ഉണ്ടാകാത്ത മരം ഏതാണ്? കൂട്ടുകാരത്തേക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. എന്താണ് ഉത്തരം പറഞ്ഞേ? കൊടിമരം. കറക്റ്റ് ആൻസർ ആണ്, കൊടിമരം. ഇല്ല, പറഞ്ഞതല്ല. അപ്പൊ ഉത്തരം പറഞ്ഞ മോളുടെ പേരെന്താ? ദുർഗ. ദുർഗ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പൊ എല്ലാരും കൂടെ ദുർഗക്ക് വേണ്ടിട്ട് ഒരു ആർപ്പോ ഹീറോ കൊടുത്തേ. അടിപൊളി. അപ്പോ എനിവേ കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ദീപക്, നമുക്ക് ഇവിടെ ഒരാളുടെ ഒരു കുറവുണ്ടല്ലേ? അതെ അതെ. അത് ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഓണമാകുമ്പോ ഒരാളുടെ അതെ, അവിടെ പറയുന്നുണ്ട്. എന്താ? മാവേലിയുടെ കുറവ് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ എന്നോട് മാവേലി പറഞ്ഞത് എന്താ പറഞ്ഞത്? നീ രാവിലെ ഫോൺ ചെയ്തായിരുന്നോ? ഫോൺ ചെയ്തില്ല. മാവേലിക്കൊക്കെ ഡയറക്റ്റ് അല്ലേ? മാവേലി കൈയടി കൊടുത്തേ. പറഞ്ഞു തീർന്നില്ല അല്ലേ? അപ്പോഴേക്ക് ആളിങ് എത്തിയല്ല. അപ്പോ ഒരു ആർപ്പോ വിളിയോടുകൂടി നമുക്ക് മാവേലിയെ സ്വീകരിക്കാം. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് വീണ്ടും ഒരു തന്നാനേ താന അതുപോലത്തെ ഒരു അടിപൊളി നാടൻ പാട്ട് കേൾക്കാം അല്ലേ? വരിക്ക ചക്കയുടെ ചോള കണക്കിന് തുടുതുടുത്തൊരു കല്യാണി, തുടുതുടുത്തൊരു കല്യാണി, കൊടകരയിൽ കവടിയാടുമ്പം കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം, ചാട്ടുളി മുന തുളതുളയ്ക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ, മൂർച്ചയുള്ളൊരു നോട്ടമാ, കാലിടറണ വയറരിയണ ഇടികുടുങ്ങണ നെഞ്ചിലടി, ഇടികുടുങ്ങണ നെഞ്ചിലടി, തകില് കൊട്ടണ ചുവട് വയ്ക്കുമ്പം താളം പോണൊരു പോക്കടി, താളം പോണൊരു പോക്കടി, കാവടി കിടന്നോടണ ഒരു കാലിളകിയ ചേലില്, കാലിളകിയ ചേലില്, കണ്ടു നിക്കണ കല്യാണിക്കൊരു ചെറുചിരി ചെറുപുഞ്ചിരി, ചെറുചിരി ചെറുപുഞ്ചിരി, കരളിലപ്പൊരു കാവടിപ്പുക, കാവടി കിടന്നാടണ്, കാവടി കിടന്നാടണ്. നന്നായി പാടടി ദുർഗക്കുട്ടി അല്ലേ? അടിപൊളിയായിട്ട് പാടി. നല്ലൊരു ഗൈഡ് കൊടുത്ത എല്ലാരും ഉഷാറായിട്ട്. തന്നാനേ നാനേന തന്നാനേ നാനേന തന്നാനേ നാനേന തന്നാനേന. ഈ തന്നാനയുടെ ഉദ്ദേശം എന്താ? അതായത് ഈ തിരുവാതിര കളിക്കുമ്പോ ഇതുമാതിരി ഒരു പാട്ടാണ് പുറകിൽ ആൾക്കാർ പാടുന്ന കേൾക്കാറ്. വരി എനിക്കറിയില്ല. അല്ല, കാര്യം മനസ്സിലായില്ലേ എന്തായാലും എന്റെ കൊച്ചു കൂട്ടുകാർക്ക്? അപ്പം അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു തിരുവാതിരയാണ്. ധീര ധീര വീര ഹീര ഹേ പാണ്ഡവാ കൂടെ പോരിക പാരാദേ മൽഗൃഹേ ധീര ധീര വീര ഹീര ഹേ പാണ്ഡവാ കൂടെ പോരിക പാരാദേ മൽഗൃഹേ ശീരപൂര ഗൗരാ കീർത്തേ നീരജാസ്ര ചാരുമൂർത്തേ പൂരിത രിഭുകൃതാർത്തേ പൂരുവംശ പുണ്യതീർത്തേ പൂരിത രിഭുകൃതാർത്തേ പൂരുവംശ പുണ്യതീർത്തേ മുന്നമീ വീടേ നിൻ അല്ലയോ കണ്ടതു തമ്മിൽ സുന്ദരാംഗ തോന്നുൻ ഇല്ലയോ ഓ
നല്ലൊരു തിരുവാതിരയായിരുന്നു. കാരണം അവർ വളരെ ചിരിച്ച് പാടി അവർ ഫീൽ ചെയ്ത് കളിച്ചുകൊണ്ട് നമ്മളും ഒരു ആസ്വാദനത്തിന്റെ ഒരു മുൾമുനയിലേക്ക് പോയി എന്നുള്ള ആ ഒരു ഇതാണ് വന്നത്. വളരെ മനോഹരമായ ഒരു തിരുവാതിരയാണ് നമ്മളിപ്പോ കണ്ടത്. എന്തായാലും നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം അല്ലേ? ദിനത്തിന തന്താനത്താനോ ദിനത്തിന തന്താനത്താനോ പുത്തരി ചമ്പാവിൻ പാടത്ത് കാലത്ത് കാറ്റടിപ്പാട്ടിന്റെ ഇനത്തിൽ നീ വന്ന് കാറ്റ് വന്ന് കിന്നാരം മൂളിയ നേരത്ത് കാതരയനിന്നതാരയോർത്തു പെണ്ണെ കാമുക സ്വപ്നത്തിൻ കഥയോർത്തു കഥനമോർത്തു മേലെ കാവിലെ താലപ്പൊലി മേളം ആർക്കും കുരവയുമായി പഞ്ചാരി മേളം അടിയാളെല്ലാരും ഒത്തുചേർന്ന കൂട്ടമായി പാട്ടമാടി പാട്ടുപാടും ഉത്സവമേളം. വളരെ നല്ലൊരു നാടോടി നൃത്തം തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടത്. അതെ, ഓരോ നാടോടി നൃത്തത്തിലും ഓരോ കഥകൾ തന്നെ ഉണ്ടല്ലേ. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഭരതനാട്യമാണ്. അതിനൊരു പ്രത്യേകതയുണ്ട്. സിംഗിൾ അല്ല, ഗ്രൂപ്പായിട്ടാണ്. ഒരു 15 പിള്ളേർ ഒരുമിച്ചിട്ടാണ് അവരിവിടെ ഒരു ഭരതനാട്യം പെർഫോമൻസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ കൊച്ചു കൂട്ടുകാരികളും വളരെ മനോഹരമായിട്ട് തന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് നൃത്തം ഇവിടെ അവതരിപ്പിച്ചത്. നല്ലൊരു കൈയടി കൊടുക്കാം, നല്ലൊരു കൈയടി കൊടുക്കാം. തീർച്ചയായിട്ടും, താങ്ക് യു. എന്തായാലും നമുക്ക് ചെണ്ടമേളം കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം.
എന്തായാലും നല്ലൊരു കൈഡി കൊടുക്കണ്ടേ? നല്ലൊരു കൈഡി തന്നെ ഇവർക്ക് കൊടുക്കാം. ഉഷാറായിട്ട്. അതെ, അടിപൊളി. നമുക്ക് ശംഭുണ്ണനെ കൊണ്ടൊരു ആർപ്പോ ഹീറോ പറയിപ്പിച്ച എങ്ങനെയുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. അപ്പോ എന്താണ് ദീപക്കെ ആർപ്പോ ഹീറോയിലുള്ള അടുത്ത പരിപാടി എന്താണ്? നമുക്ക് കാണാം, എന്തായാലും ആ ഒരു നേരിട്ട് കാണാം അല്ലെ? ഒരു അസാധ്യ പെർഫോമൻസ് അല്ലെ, ഓയ്യോ വാക്കുകളില്ല പറയാൻ. ഒരു അടിപൊളി കൈഡി കൊടുത്തു, നല്ല ഉഷാറായിട്ടൊരു കൈഡി കൊടുത്തേ. ഇതുവരെ കണ്ടതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് എന്താ പറയുക, വിഷ്വലി ഭയങ്കര റിച്ച് ആയിരുന്നു. ഒരുപാട് മെറ്റീരിയൽസ് ഉപയോഗിച്ചു, കുറെ ഈ പൂക്കുല കൊണ്ടൊക്കെ അവസാനം കുറെ കൊടം, മാവിന്റെ ഇല, പിന്നെ അതെ അതെ. ഓക്കെ, ഇനി ഒരു ആർപ്പ് കൊടുക്കാം. കൊടുത്തൂടെ? എന്നാ കൂടെ നമ്മുടെ വാശിയേറിയ മത്സരം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. സിറ്റുവേഷനൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഉറിയടി മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ചുണക്കുട്ടന്മാരെ നമ്മൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇതൊരു പ്രത്യേകതയുള്ള ഉറിയടിയാണ്. കണ്ണ് കെട്ടാതെയാണ് നമ്മൾ ഒരു നിശ്ചിത സമയം കൊടുത്തിട്ട് അവർ ഉറിയടിക്കുന്നതായിരിക്കും. ഓക്കെ, വിസിലടി സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, അപ്പ് 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 എല്ലാരും ഓർക്കെ അപ്പ് അപ്പുളി അപ്പുളി അപ്പ് അപ്പ് അപ്പ്. ഇല്ല, അതെ ശ്രമിക്കുന്നു രാഹുൽ. രാഹുൽ ശ്രമിക്കോ? ഇല്ല, കിട്ടും. ഇപ്രാവശ്യം കിട്ടി. അടിക്കോ. ഒന്നുകൂടെ. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ രാഹുൽ ഒരു നല്ലൊരു ശ്രമമായിരുന്നു, പക്ഷെ ജസ്റ്റ് മിസ്സായി അല്ലേ. ആദ്യത്തെ മത്സരാർത്ഥി തന്നെ നമ്മുടെ ഉറിയടി മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത പാർട്ടിസിപ്പൻസിനെ വിളിക്കാം. ഓക്കെ, ശ്രമിക്കുക.
അരുണേ നല്ല ചാടി അടിക്കണ. കൊള്ളട്ടെ. അങ്ങനെ ഇല്ല അടുത്ത ഇനിയിപ്പോ ആരാണ് ഉറി അടിക്കാൻ വരുന്ന ആൾ? ഓടിവാ. ഓക്കെ സ്റ്റാർട്ട്. ഗോവിന്ദ ചാടി അടിക്കണ മോനെ. അങ്ങനെ എല്ലാരും കൈയടിച്ചേ. കൈയടിച്ച എല്ലാരും കൈയടിക്കേ. പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ ടൈം അപ്പ് മതി. റെഡി. ചാടി അടിയണ മോനെ, നിനക്ക് പറ്റും. അയ്യോ ജസ്റ്റ് മിസ്. നല്ല ശ്രമമായിരുന്നു, പക്ഷെ കിട്ടിയില്ല. ഋത്തിക്ക് ചാടി അടിച്ചോളൂ. എല്ലാരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച കൈയുടെ അത് പറഞ്ഞപ്പോ കേട്ടോ. പെട്ടെന്ന് തന്നെ ജിഷ്ണു ചാടിയടേ. ഇല്ല ഇതാ കിട്ടി. ഈ പ്രാവശ്യം എന്തായാലും കോൺസെൻട്രേറ്റ് ചെയ്യൂ ജിഷ്ണു. ഓക്കേ കഴിഞ്ഞു. റെഡി. അപ്പൊ എടാ മോനെ വെള്ളം ഒഴിക്കുന്ന മോനെ മെല്ലെ സൂക്ഷിച്ച് ബാക്കിയുള്ള അമ്പാടിക്കുട്ടൻ അടിച്ച് തകർത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്പാടിക്കുട്ടനാണ് നമ്മുടെ ഉറി അടിച്ച് പൊട്ടിച്ചു കളഞ്ഞത്. 4 പേരെ പിന്നിലാക്കി 5ാമത് കളിച്ച അമ്പാടിയാണ് ഉറി പൊട്ടിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. എന്തായി, സന്തോഷായോ? ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ ഗെയിം സെക്ഷൻസും കൂടെ ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ. വളരെ വാശിയേറിയ ഒരു ഗെയിം ആയിരുന്നു ഉറിയടി. വളരെ മനോഹരമായിട്ട് തന്നെ 2 വിജയികളെ നമുക്ക് കിട്ടി. 2 ഉറികൾ അവർ അടിച്ച് തകർത്ത് കളഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക, ഇന്ന് ഇങ്ങനെ ഈ വേദി അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ക്ഷേത്രാങ്കണം നമുക്ക് ഒരുക്കി തന്നത്, കൊച്ചു ടിവിക്ക് ഒരുക്കി തന്നത് ക്ലാപ്പന തെക്ക് ഗുരുക്ഷേത്ര കലാസമിതിയാണ്. അപ്പോൾ കലാസമിതിയിലെ എന്താ പറയുക എല്ലാ അംഗങ്ങൾക്കും ഈ നാട്ടുകാർക്കും ഇവിടെ ഒത്തുകൂടി എല്ലാ കൂട്ടുകാർക്കും കൊച്ചു ടിവിയുടെ വക ഞങ്ങൾ വലിയൊരു നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കലാസമിതിയുടെ സെക്രട്ടറി ജയചന്ദ്രൻ ചേട്ടന്, നമ്മുടെ പ്രിയപ്പെട്ട മാവേലി അദ്ദേഹത്തിന് ഒരു കൊച്ചു ടിവിയുടെ ഒരു ഉപഹാരം ആദരിക്കുകയാണ്.